മഞ്ഞളാംകുഴി അലിയുടെ പഞ്ചായത്തിൽ വരെ തനിക്കായിരിക്കും ലീഡെന്ന് മങ്കടയിലെ CPM സ്വതന്ത്രനായ ലീഗ് വിമത സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ്. തനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്ന വോട്ടുകൾ ഒരിക്കലും പാർട്ടിക്ക് കണക്കാക്കാൻ കഴിയില്ല. ഈ വോട്ടുകൾ കൊണ്ട് തന്നെ താൻ വിജയിക്കും. തെരഞ്ഞെടുപ്പ് ഫലം എന്തുതന്നെയായാലും ഇനി താൻ ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും എല്ലാ കാലത്തുമെന്നും കുന്നത്ത് മുഹമ്മദ് ന്യൂസ് 18നോട് പറഞ്ഞു. മങ്കടയിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ പോളിംഗിൻ്റെ കണക്ക് കൂട്ടലാണ് എല്ലാവരും. പോളിംഗ് ശതമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ബൂത്തിൽ നിന്ന് ഏതൊക്കെ പഞ്ചായത്തിൽ നിന്ന് ഇത്രയെന്നൊക്കെ. പാർട്ടി കണക്കിലൊരിക്കലും മങ്കട വിജയിക്കുമെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് 12,000 വോട്ടിനോളം പിന്നിലാണ് എന്നൊക്കെയാണ്. അങ്ങയുടെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ്? പാർട്ടിൻ്റെ വോട്ട് പിന്നിലാണെന്നുള്ളത് പാർട്ടിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടെത്തുന്ന വോട്ടാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈക്വലായി നിൽക്കാൻ പറ്റുന്ന പഞ്ചായത്തുകളുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ അലി സാഹിബിൻ്റെ പഞ്ചായത്ത് ഞാൻ മുന്നോട്ട് പോകും, എനിക്ക് ലീഡുണ്ടാവും എന്ന് ഞാൻ തർപ്പിച്ച് പറയുന്നു. വിജയിക്കുന്ന ഉറപ്പാണ്. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ദൈവത്തെ മറന്ന് പറയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ഭൂരിപക്ഷം എത്ര ഉണ്ടാവും? ഭൂരിപക്ഷം എന്താ വെച്ചാൽ ഒരു മിനിമത്തിൽ നിന്ന് 1000-2000 അവിടെ മേപ്പോട്ട് പോകും. ആളുകളുടെ ഒരു പ്രതികരണമുണ്ട്, അവർ തന്ന വാക്കും അവർ തന്ന കാര്യങ്ങളൊക്കെ, അതിനനുസരിച്ച് എൻ്റെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടി. പ്രചരണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട ഒന്നാണ് ഒറ്റാലും ജയിച്ചാലും കുന്നത്ത് മുഹമ്മദ് ലീഗിലേക്ക് മടങ്ങും എന്നുള്ളത്. അങ്ങനെ ഒരു മടക്കം ഇനി ഉണ്ടാകുമോ? ലീഗിലേക്ക് എന്തായാലും മടങ്ങുന്നില്ല. ഇടതുപക്ഷ സഹയാത്രികനായിട്ട് കൂടെ ഉണ്ടാവും. ഒറ്റാലും ജയിച്ചാലും ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ഈ പ്രചരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ദോഷം ചെയ്തു കരുതുന്നുണ്ടോ? ഇല്ല, ഗുണകരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ കുന്നത്ത് മുഹമ്മദ് ലീഗിൽ നിന്നിട്ട് വോട്ട് ചെയ്താൽ മതി, അവിടെ തന്നെ നിന്നാൽ മതി, വോട്ട് ചെയ്താൽ മതി എന്നുള്ളത് എല്ലാ UDFൻ്റെയും ലീഗിൻ്റെയും ആളുകളുടെ അടുത്ത് സന്ദേശം അവർക്കിതോട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് ലീഗിൻ്റെ അണികളും കുടുംബങ്ങളും ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നു എനിക്ക് വോട്ട് ചെയ്തു, ഏറെക്കുറെ ഒരു ഭാഗം അതിൻ്റെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കൊണ്ട് ലീഗിൽ നിന്ന് അടിയൊഴുക്ക് അങ്ങേക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള എനിക്ക് അടിയുറപ്പിച്ച് പറയാൻ കഴിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നത്, ലീഗ് നേതൃത്വം തള്ളിക്കളഞ്ഞ ഒരാൾക്കെതിരെ ലീഗുകാർ അല്ലെങ്കിൽ ആൾക്ക് അനുകൂലമായി ലീഗുകാർ വോട്ട് ചെയ്യില്ല എന്നാണ് മഞ്ഞളാംകുഴിയിലേക്ക് പറഞ്ഞിരുന്നത്. ലീഗ് നേതൃത്വം തള്ളി പറഞ്ഞ സാഹചര്യത്തിൽ ലീഗിൻ്റെ അണികളത് അംഗീകരിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങേക്ക് ഒപ്പം വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് റിസൾട്ടിന് ശേഷം കാണാം. ഞാൻ മുസ്ലിം ലീഗുകാരനെ ആയിരുന്ന സമയത്ത് മുസ്ലിം ലീഗിൽ നിന്ന് ചില ആളുകൾ എന്നെ പിടിച്ച് പുറത്താക്കുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനെതിരെ ഈ മുസ്ലിം ലീഗിൻ്റെ അണികൾ പ്രതികരിക്കും എന്നുള്ളതാണ് അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വോട്ട് ചെയ്തിട്ടാവാം. ഏതെങ്കിലും ഘട്ടത്തിൽ അലി നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു സ്ഥാനാർത്ഥി? ഇല്ല, അലി സാഹിബിൻ്റെ 3 പ്രാവശ്യത്തെ ഇലക്ഷനിലും കഠിനാധ്വാനം ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മൂപ്പരത് എന്നോട് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. സംസാരിച്ചിരുന്നോ നേരിട്ട്? ഇല്ല, സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന കാണുമ്പോൾ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം എന്തെങ്കിലും നടത്തി? അത് മൂപ്പര ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എൻ്റെ അതൊക്കെ ഈ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, നേതൃത്വം ശരിക്കും അങ്ങേക്ക് ഉറപ്പ് തന്നിരുന്നു ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇത്തവണ മങ്കടയിൽ കുന്നത്ത് മുഹമ്മദിനായിരിക്കുന്നു? എനിക്കല്ല, എൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കൊടുത്തിരുന്നു. എന്നിരുന്നാലും നമ്മളത് ചോദിച്ച് നേതൃത്വത്തിനോട് പോവുകയോ പ്രതികരിക്കുകയോ ചെയ്തില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ ഞാനറിയാതെ എൻ്റെ പേര് വരികയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പക്ഷെ അത് ഇത്രമാത്രം ഒരു സംഭവത്തിലേക്ക് എത്തും എന്നുള്ളത് ആളുകൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. ലീഗിൽ ഒരു വിഭാഗം തന്നെ വാർത്ത ചോർത്തി കൊടുത്ത് താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണോ പറയുന്നത്? അതത്ര അങ്ങനെ തന്നെയാണ്. അവരെന്നെ അതിലേക്ക് കൊടുക്കുകയും ചെയ്യുകയും എന്നെ പുറത്താക്കാൻ വേണ്ടി ജില്ലയിലെ ഒരു ഉപാധ്യക്ഷൻ നിലവിലെ MLA പാടെ കൂടി ഒരു ഗൂഢാലോചന നടത്തി അത് വരികയും ചെയ്തു, പുറത്താക്കി. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട്. എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലേ? അങ്ങനെയാണ്, ഏറെക്കുറെ അങ്ങനെയാണ്. ഇതിൽ ഇപ്പോൾ അവസാന കണക്കുകളൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ജയം സാധ്യമല്ലെങ്കിൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ ഭാവി? അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ പൊതുപ്രവർത്തനം ഇപ്പം അങ്ങനെ നിർത്തി പോകണമെന്നില്ല. അത് സേവിക്കാമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെ കൂട്ടിയിട്ട് ജനങ്ങളെ സേവിക്കും. ഇവിടെ അതിനാവശ്യമില്ല. ഈ മേഖലയിൽ പൊതുപ്രവർത്തനം നടത്തും, അതിൽ സംശയമൊന്നുമില്ല. കൂടെ നിന്നവരെ നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നൊന്നുമില്ല.
പൊതുപ്രവർത്തനം തുടരും, അതിൽ കുഴപ്പമൊന്നുമില്ല. നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. തനിക്കുള്ള വോട്ടുകൾ തനിക്ക് തന്നെ ലഭിക്കും, അതിൻ്റെ കണക്ക് മറ്റാർക്കും അറിയില്ല, അത് വോട്ട് എണ്ണുമ്പോൾ അറിയാമെന്ന് പറയുമ്പോൾ അത്രമാത്രം വിജയപ്രതീക്ഷ തന്നെയാണ് കുന്നത്ത് മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.